ഓം അഗത്തീശ്വരായ നമഃ. എല്ലാവർക്കും വണക്കം. ഞാൻ വിനയൻ ഗുരുക്കൾ. ഒരു ഗ്രഹം ഒരു ഭാവത്തിൽ നിന്നാലേ പെട്ടെന്ന് ഫലം കണക്കാക്കുന്ന രീതിയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അതും തമിഴ് അസ്ട്രോളജിയും കേരള അസ്ട്രോളജിയും കൂടി കൂട്ടിക്കലർത്തി. അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന പ്രമാണം കാലാത്മാ ദിനഹൃത് മനത്തുഹിനകു സത്വം കുജോ വജോ ജീവോ ജ്ഞാനസുഖോ സിതാശ്ച മദന ദുഃഖം ദിനേശാത്മജ രാജാനൗ രവിശീതഗു ക്ഷിതിസുതൗ നേതാ കുമാരൗ ബുധൗ സൂര്യ ദാനവ പൂജിതശ്ച സജീവോ പ്രേഷ്യ സഹസ്രാംശുജ. ഇത് ഞാൻ മുന്നേ പ്രമാണം പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഇപ്പോ സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ ഈ ഗ്രഹങ്ങള് ഏത് ഭാവത്തിലിരുന്നാൽ എന്ത് ഫലമാണെന്നുള്ളത് നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള രീതി പഠിച്ചു. ഇനി ബാക്കിയുള്ള ഗ്രഹങ്ങളുടെ എല്ലാം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ബോറായി തീരും. സെയിം പാറ്റേണിലല്ലേ പോണത്. അതുകൊണ്ട് നമുക്ക് ഈ വ്യാഴത്തിന്റെ കൂടി പറഞ്ഞിട്ട് ബാക്കി നിങ്ങൾ ഊഹിച്ചോളുക. ശനി നിന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും ഫലം, രാഹു ഏത് നിന്നാൽ എന്തായിരിക്കും ഫലം, നിങ്ങൾ ഊഹിച്ചോളുക. വ്യാഴത്തിന്റെ കൂടി ഞാൻ പറയാം. ഈ പ്രമാണം തന്നെ ബേസ് ആക്കി വെച്ചിട്ടാണ് പറയുന്നത്. അതായത് ലോജിക്കൽ ഇന്റർപ്രിട്ടേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. കാലാത്മാ ദിനഹൃത് മനസ്തുഹിനകു സത്വം കുജോ ജ്ഞോവജോ ജീവോ ജ്ഞാനസുഖോ. ജീവൻ എന്ന് പറഞ്ഞാൽ ജ്ഞാനമാണ്. അപ്പൊ ഞാൻ എന്ന് പറയുന്ന ബുധൻ ജ്ഞാനം അല്ലേ എന്ന് പറഞ്ഞാൽ അത് ജ്ഞാനമാണ്. വ്യാഴം എന്ന് പറഞ്ഞാൽ ഗുരുവാണ്. ഉപദേശം കൊടുക്കുവാനുള്ള അത്ര ജ്ഞാനമുള്ളവനാണ് വ്യാഴം. മറ്റുള്ളവർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുക, അഡ്വൈസ് കൊടുക്കാനായിട്ട് കഴിവുള്ളവനാണ് ഈ ജ്ഞാനഗുരു, ജ്ഞാനമുള്ള ഗുരു. അതുപോലെ തന്നെ രാജാനൗ രവിശീതകുക്ഷിതിസുതൗ നേതാ കുമാരൗ ബുധൗ സൂര്യ ദാനവ പൂജിതശ്ച സജീവോ പ്രേഷ്യ സഹസ്രാംശുച എന്ന് പറയുന്ന പ്രമാണത്തിലും പറയുന്നുണ്ട്. ആർക്കും ഏറ്റവും നല്ല ഉപദേശം കൊടുക്കുവാൻ, ഏറ്റവും നല്ല പവർഫുൾ ആയിട്ടുള്ള അഡ്വൈസ് കൊടുക്കാനായിട്ടുള്ള കഴിവുള്ളവനും ഉപദേശം കൊടുക്കുവാൻ കഴിവുള്ളവനാണ് ഗുരു. ഗുരു എന്ന് പറഞ്ഞ ഗ്രഹം അഥവാ വ്യാഴം. വ്യാഴം ഒരു ഭാവത്തിൽ നിന്ന് എന്ത് സംഭവിക്കും? വ്യാഴം ഇപ്പൊ 7 കിഴങ്ങെന്ന് വിചാരിക്കാം. വേറൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഫാമിലി കൗൺസിലർ ആകാം. ഫാമിലി കൗൺസിലർ ആകാം. ഒറ്റയടിക്ക് തന്നെ പറയാണ്, ഫാമിലി കൗൺസിലർ ആവാം. കുടുംബത്തിൽ ദാമ്പത്യ പ്രശ്നം, അതായത് 7ാം ഭാവം എന്ന് പറഞ്ഞാൽ വിവാഹ മദനാലോക്യ ഭാര്യ ഭർത്ത സമാഗമ ശയ്യ സ്ത്രീ സന്മ നഷ്ടാർത്ഥ മൈതുരാൻവി സപ്തമാണെന്നുള്ള ഈ വ്യാഴം പിഴച്ചു നിൽക്കുകയാണെങ്കിൽ ഡിവോഴ്സ് ഉണ്ടാക്കുന്ന വക്കീൽ വരെ ആവാം. വക്കീൽ എന്ന് പറഞ്ഞാൽ കേതുവും ബുധനും കൂടി കൂടിച്ചേർന്ന, അല്ലെങ്കിൽ കേതു ശനിയൊക്കെ കൂടിച്ചേർന്ന ആണെങ്കിൽ കൂടിയും കേതു വ്യാഴം കൂടി ഒരു കണക്ഷൻ വന്നാലും വക്കീലാവാം. ഒന്നും വേണ്ട, വ്യാഴം വക്രത്തിൽ 7 നിന്ന് കഴിഞ്ഞാൽ ഡിവോഴ്സ് ഉണ്ടാക്കുന്ന വക്കീലാവും. ഓരോരോ ആംഗിളിലാണ് നമ്മൾ അതിനെ വീക്ഷിക്കുന്നത്. അപ്പൊ 7 നിൽക്കുകയാണെങ്കിൽ 7ാം ഭാവത്തിനെ പറ്റി ഇവർക്ക് അപാരമായ ജ്ഞാനമായിരിക്കും. വിവാഹത്തെക്കുറിച്ച് ജ്ഞാനമായിരിക്കും. ചിലപ്പോൾ അതിന് ഉപദേശം കൊടുക്കാൻ മാത്രമല്ല, ചെയ്തു കൊടുക്കുന്ന പുരോഹിതനായി മാറാം, ജ്യോത്സ്യനായി മാറാം, ഭാര്യാഭർത്ത സമാഗമം, സെക്സ്വൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ആളായി മാറാം, ശുക്രനായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെങ്കിൽ. അപ്പോ ഡിക്റ്റേറ്റീവ് വരെയാവാം, നഷ്ടാർത്ഥം കണ്ടുപിടിക്കുന്ന ആൾ വരെയാവാം, അതിന് ഉപദേശം കൊടുക്കുന്ന ഒരു ആളായിട്ട് മാറാം എന്ന്. അപ്പൊ ഒരു ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് കണ്ടാൽ അപ്പൊ തന്നെ നിങ്ങൾക്ക് നോട്ട് ചെയ്യാം, ആ ഭാവത്തെ കുറിച്ചുള്ള കാര്യങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള അറിവ് ഇവന് ജനിക്കുമ്പോ തന്നെ ഉണ്ടാവാം. ജനിക്കുമ്പോൾ ഉണ്ടാവുന്ന എങ്ങനെയാണ്? കഴിഞ്ഞ ജന്മത്തിലെ ഉള്ള ഒരു നോളജ് അവിടെ അടങ്ങിയിരിക്കും. ഈ ജന്മത്തിൽ അവൻ അതിനെ തേടിപ്പോയോ അത് വളരെ മനസ്സിലാക്കുകയും മറ്റുള്ളവരെ ഉപദേശിക്കുകയും ചെയ്തേക്കാം. എന്നാൽ ഇവൻ കഴിഞ്ഞ ജന്മത്തിൽ ഇത് ചെയ്ത് മടുത്തേക്കണമുണ്ട്. ഈ കാര്യം ഇവൻ ചെയ്യൂല. ഉപദേശം കൊടുക്കാനേ പറ്റുള്ളൂ, ഇത് ചെയ്യണമെന്നില്ല. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത്, ജ്യോത്സ്യന്മാരും മന്ത്രവാദികളും സ്വന്തം കാര്യത്തിൽ ക്ലിയർ ആയിട്ട് ചെയ്യണമെന്നില്ല. വ്യാഴാധിക്യമാണോ ഉള്ളതെങ്കിൽ, വ്യാഴാധിക്യമാണ് അവരെ 10ാം ഭാവത്തിന്റെ കാരണത്ത് 10ാം ഭാവത്തിൽ വ്യാഴം കണക്ട് ആയി വന്നിട്ട് ജ്യോത്സ്യനാണെങ്കിൽ ഭയങ്കരമായ ഉപദേശമായിരിക്കും. തന്നെ ചെയ്യണമെന്നില്ല. ഓൾറെഡി കഴിഞ്ഞ ജന്മത്തിലൊക്കെ ചെയ്തിട്ടുണ്ടാവും, അടുത്തുണ്ടാവും. അവര് ചിലപ്പോൾ അങ്ങനെയൊക്കെ നോക്കും, ഒരു പ്ലെയിൻ ആയിട്ടായിരിക്കും പോകണം. പക്ഷെ മറ്റുള്ളവർക്ക് നല്ല ഉപദേശം കൊടുക്കും. വ്യാഴം നിൽക്കുന്ന ഭാവം, ഇപ്പൊ 9ലെ വ്യാഴം നിൽക്കണമെങ്കിൽ ക്ഷേത്രം പണിയുന്ന കാര്യത്തെക്കുറിച്ചും പൗരോഹിത കാര്യങ്ങളെ കുറിച്ചും
എന്തിന് ദേവപ്രശ്നാദികൾ ഒക്കെ ചെയ്യുന്ന ജ്യോത്സ്യന്മാരൊക്കെ വ്യാഴം 10ലും 9ലും നിൽക്കുന്നവരുണ്ട്. 9ൽ നിന്ന് കഴിഞ്ഞാൽ ആത്മീയ കാര്യത്തെ കുറിച്ചൊക്കെ നല്ല ഉപദേശങ്ങൾ കൊടുക്കും. പക്ഷെ ചിലപ്പോൾ അവർ സ്വന്തം ജീവിതത്തിൽ അത് പാലിക്കുന്നുണ്ടാവില്ല. അപ്പൊ ഇങ്ങനെയും മനസ്സിലാക്കാം ശുക്രൻ ഏത് ഭാവത്തിൽ ഇത് എങ്ങനെയാണെന്നുള്ളത് ഈ പ്രമാണങ്ങൾ ഡീപ്പായിട്ട് നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാക്കാം. ശനി ഏത് ഭാവത്തിൽ നിന്ന് എന്ത് ബലം കൊടുക്കും? വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മന്ദമാക്കും ശനി. ശുക്രൻ ഒരു ബലമുണ്ട്, രാഹുവിനും കേതുവിനും ഒരു ബലമുണ്ട്. അതൊക്കെ നിങ്ങൾ ആ സത്വം കുചോജ്ഞോ എന്ന പ്രമാണം വരാഹമിഹിരാചാര്യനെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ചൊല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും പല ഐഡിയകളും ഇതിൽ നിന്ന് തുറന്നു കിട്ടുന്നതായിരിക്കും. ഞാൻ അധികം ധരിപ്പിക്കുന്നില്ല. ഓരോരോ ഗ്രഹങ്ങൾ ഓരോരോ ഭാവത്തിൽ നിന്നുള്ള എന്താണ് ബലം നമ്മൾ കുറച്ച് വീഡിയോകളായിട്ട് ഒരു പ്രത്യേകമായ ആംഗിളിൽ തമിഴ് മലയാളം അസ്ട്രോളജി പ്രകാരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളത് വിശദമായിട്ട് പഠിച്ച് ലൈഫിൽ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഇനി വേറെ സബ്ജക്റ്റ് വേണ്ടത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓം അഗത്തീശ്വരായ.